ഹലോ ഫ്രണ്ട്സ്, ദളപതി 69ൻ്റെ വീഡിയോ ഇട്ടാലേ കമൻറ്റ് ബോക്സിൽ ഫാൻസ് പറയുന്നത് തന്നെ ഈ പടം പ്രതീക്ഷയില്ല, മൂഞ്ചി പടമാക്കും, നോ ഹോപ്പ് എന്നൊക്കെയുള്ള കമൻസാണ് വരുന്നത്. ആ ഡയറക്ടറിനെ തീരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് കമൻസ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ക്രിസ്മസൊക്കെ അടുക്കാനായില്ലേ? ക്രിസ്മസിനെ വീടുകളിലൊക്കെ അലങ്കാരമൊക്കെ ചെയ്യും എല്ലാവരും. അപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷന് പറ്റിയ അടിപൊളി പ്രൊഡക്ട്സ് നമ്മൾ പ്രൊഡക്റ്റായി ഇട്ടിട്ടുണ്ട്. വീഡിയോൻ്റെ ഇടയിലായിട്ട് വരും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എച്ച് വിനോദ് എന്ന ഡയറക്ടർ ഒരു മോഷൻ ഡയറക്ടർ ആണോ എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശരിക്കും അത്രയ്ക്കും ദുരന്തം ഡയറക്ടറാണോ എച്ച് വിനോദ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരിക്കലും എച്ച് വിനോദ് ഈ പറയുന്ന പോലെ ഒരു ദുരന്തം ഡയറക്ടർ ഒന്നുമല്ല. അങ്ങേര് കുഴപ്പമില്ലാത്ത അടിപൊളി ഡയറക്ടറാണ്. അങ്ങേര് എടുത്ത പടങ്ങളൊന്നും ഫുള്ള് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് പലവരും ഇങ്ങനെ നെഗറ്റീവായി പറയുന്നത്. ഇങ്ങേര് ചെയ്ത ഫസ്റ്റ് പടം ചതുരംഗ വേട്ടയാണ്. ഈ വീഡിയോ കാണുന്ന പകുതിയിലധികം പേരും ഈ പടം കണ്ടു കാണില്ല. ഫസ്റ്റ് പടം തന്നെ വളരെ നന്നായി തന്നെ എടുത്തൊരു പടമാണ്. ഒരു നൈസ് പടമാണ്. കൺസെപ്റ്റ് ആയാലും ഡയലോഗ്സ് ആയാലും ഒരു അടിപൊളി പടമാണ്. സെക്കൻഡ് പടം നോക്കുകയാണെങ്കിൽ തീരം അധികാരമുണ്ട്. ഈ പടം ഒരു ഹെവി ഐറ്റമാണ്. ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് എടുത്ത് ഇത്രയും അടിപൊളിയായി എടുത്ത് വെച്ച ഡയറക്ടറാണ് എച്ച് വിനോദ്. എച്ച് വിനോദിന്റെ ഒരു പടവും കാണാത്തൊരു തീർച്ചയായും ഈ രണ്ട് പടവും കണ്ടു നോക്കിയോ. ഇങ്ങനൊരു വേസ്റ്റ് ഡയറക്ടറാണെന്നൊരു മനോഭാവം പിന്നീട് മാറിക്കിട്ടും. പക്ഷെ ഈ രണ്ട് പടം കഴിഞ്ഞ് ഇങ്ങേർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. വളരെ മൂഞ്ചിയ പടങ്ങളാണ് എടുത്തത്. 3 പടവും അജിത്തിനെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നേർക്കൊണ്ടേ പാർവിയ റീമേക്കാണ്. ഇത് വലിയ കുഴപ്പമില്ല. പക്ഷെ വലിമയായി പിന്നെ വന്ന തുനിവ് രണ്ടും അൾട്രാ ദുരന്തം പടങ്ങളാണ്. കൂടുതൽ പേരും എച്ച് വിനോദിന്റെ തുനിവും വലിമയും കണ്ടിട്ടുണ്ടാവുള്ളൂ. അടുപ്പിച്ച് ഇങ്ങനെ 3 പടവും ഒരേ ആക്ടറെ വെച്ചാണ് ചെയ്തത്. ഡിഫറെൻ്റ് ആൾക്കാരെ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ആ അവസരം ഒത്തു വന്നിരിക്കുന്നത്. അങ്ങേർക്കൊരു ചാൻസ് വേണമല്ലോ ഡിഫറെൻറ്റ് ആക്ടേഴ്സായിട്ട് പടം ചെയ്യാൻ. അത് ദളപതി 69 നന്നായി യൂസ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. ഇന്ന് എച്ച് വിനോദിൻ്റെ കംബാക്ക് അടിക്കാം. ചെറിയ കംബാക്ക് അല്ല, വലിയ കംബാക്കിന് അടിക്കാം. ഇപ്പോഴും പറയുകയാണ്, എച്ച് വിനോദിൻ്റെ കയ്യിൽ ഹെവി സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങേര് ഒരു അടിപൊളി പടം എടുത്തു തരും. സ്ക്രിപ്റ്റ് ഒരു വീക്കാണെങ്കിൽ നല്ല ദുരന്തം പടവും എടുത്തു തരും. ഇങ്ങേരുടെ ഏറ്റവും വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ മാസ് സീൻസിനും ക്യാരക്ടർ ഡെവലപ്മെൻറ്റുമാണ്. അതിലിങ്ങേര് വീക്ക് തന്നെയാണ്. ദളപതി 69 പ്രതീക്ഷയുണ്ട് എന്നും പറയാം, ഇല്ല എന്നും പറയാം. രണ്ടിനും നടുവിലാണ് ഈ പടത്തിനെക്കുറിച്ച് തോന്നുന്നത്. പക്ഷെ ഇങ്ങേര് ശിവയെ പോലെയൊന്നും ഒരു ദുരന്തം ഡയറക്ടറല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതിൽ 10 മാസം കൊണ്ട് പടത്തിന് അപ്ഡേറ്റ്സ് ക്വാളിറ്റിയൊക്കെ നോക്കി നമുക്ക് ഹൈപ്പ് നോക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത് കമൻറ്റിൽ തീർച്ചയായിട്ടും പറയുക. സബ്സ്ക്രൈബും ബെൽ ബട്ടണൊക്കെ നോക്കിയിട്ട് തട്ടി വിടുക, ഷെയറും ചെയ്ത് വിടുക. പിന്നെ നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റിൽ വന്ന പ്രൊഡക്റ്റ് ടാക്സ് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.